ശരത്ത്, ഇപ്പോൾ പത്മവിഭൂഷന്റെയും പത്മഭൂഷന്റെയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനും ആസിഫും കൂടി സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഇനി പത്മശ്രീ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിലുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനങ്ങൾ അതെങ്ങനെയാണ് ശരത്ത്? വളരെ വ്യക്തമായിട്ടും വി എസ് അച്യുതാനന്ദപിള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാജ്യം ആദരിക്കുക, അദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതെ, മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയേക്കും കേരളത്തിലെ അഭിനയ ജീവിതത്തിൽ മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ഒരു പത്മശ്രീ, ഇതൊക്കെ നമ്മൾ കുടുംബത്തിലെ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാരണം വളരെ വ്യക്തതയോട് കൂടിയാണ് ഈ പത്മഭൂഷണം പത്മ അവാർഡുകൾ വിതരണം ചെയ്തത് എന്ന് പറയാം. പത്മശ്രീയിൽ ഒരാൾക്ക് മാത്രമാണ് കേരളത്തിലുള്ളൂ പത്മശ്രീ സംബന്ധിച്ചാൽ അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ പത്മഭൂഷൺ കേൾക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അടക്കം ബഹുമതി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് ഈ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തു തന്നെ നമുക്ക് നോക്കണം. കാരണം വി എസ് അച്യുതാനന്ദപിള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു കേന്ദ്ര അല്ലെങ്കിൽ പരമോന്നതമായ ഒരു പുരസ്കാരം ലഭിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഭവം തന്നെയാണ്. വി എസ് അച്യുതാനന്ദനും അതേപോലെ തന്നെ മമ്മൂട്ടിക്കും അതേപോലെ വെള്ളാപ്പള്ളി നടേശനും ഈ പരമോന്നത ബഹുമതി ലഭിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ, അത് നരേന്ദ്രമോദി സർക്കാർ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ അതീതമായി നോക്കാതെ തന്നെ കഴിവുള്ള വി എസ് അച്യുതാനന്ദന് പത്മ അവാർഡ് നൽകുന്നു എന്നുള്ളത് തന്നെ വളരെ വ്യക്തതയുള്ള രാഷ്ട്രീയ സന്ദേശം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം BJPയും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾക്ക് വെള്ളാപ്പള്ളി നടേശൻ അതേപോലെ തന്നെ മമ്മൂട്ടിക്കും ഈ വിശിഷ്ട അവാർഡ് നൽകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം തന്നെയുണ്ട്. ഏതായാലും BJPയെ മാത്രമല്ല വി എസ് അച്യുതാനന്ദനെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഓരോ മലയാളിക്കും അഭിനന്ദാർഹവും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രി നിലയിലും പ്രതിപക്ഷ നേതാവിലും എന്ന നിലയിലും ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട ഒരു മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ BJP സർക്കാർ അംഗീകാരം നൽകുന്നു എന്ന് നമ്മൾ വ്യക്തമായി കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പഴയൊരു ചരിത്രം. EMS നമ്പൂതിരിപ്പാട് മരിച്ചപ്പോൾ അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അന്നത്തെ ഉപപ്രധാനമന്ത്രി അതായത് LK അദ്വാനി അദ്ദേഹത്തിന്റെ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ആദ്യ ചടങ്ങ് തിരുവനന്തപുരത്ത് ചരിത്രം നമുക്കറിയാം. അതുപോലെ വി എസ് അച്യുതാനന്ദനെ BJP സർക്കാർ NDA സർക്കാർ RS സർക്കാർ കൊടുക്കുന്ന ഒരു വളരെ വലിയൊരു ബഹുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുള്ള ഒരു ആദരവ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേപോലെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചോളം വെള്ളാപ്പള്ളി നടേശനും ഈഴവ അതായത് SNDP കമ്മ്യൂണിറ്റിയും സംബന്ധിച്ച് നൽകുന്ന വളരെ വലിയൊരു ബഹുമാനം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുന്നത് അതിലൊക്കെ ഈ അവാർഡിലൊക്കെ തന്നെ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നയ രൂപീകരണ ചർച്ചകൾക്ക് ഉപരിയായി ഒരു രാഷ്ട്രീയ നീക്കം കൂടിയുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തേജലക്ഷ്മി, നിശ്ചയമായും ശരത്ത്, അതിനൊപ്പം തന്നെ നമ്മളിപ്പം പത്മശ്രീ പത്മവിഭൂഷൺ ഒക്കെ പറയുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനുമുണ്ട്. രോഹിത് ശർമ്മയ്ക്കും ഹർമൻപ്രീത് കൗറിനും പത്മശ്രീ ഉണ്ട് ശരത്ത്. അതെ, അത് തന്നെയാണ്. കാരണം എല്ലാ വിഭാഗങ്ങളെയും അതായത് പരിസ്ഥിതി പ്രവർത്തക ദേവകി അമ്മ മുതൽ എല്ലാ വിഭാഗങ്ങളെയും പത്മശ്രീ അതായത് കണക്കിലെടുക്കുന്നു, പത്മ അവാർഡുകൾ കണക്കിലെടുക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം യുവാക്കൾക്ക് അതായത് ക്രിക്കറ്റ് അതുപോലെ തന്നെ യുവാക്കൾക്ക് അതുമാത്രമല്ല വിദേശത്തുള്ള കളിക്കാർക്ക് പോലും ഈ പത്മ അവാർഡ് നൽകിയിട്ടുണ്ട്. ജോർജിയയിലെ അതുപോലെ തന്നെ മരണാനന്ദ ബഹുമതിയായിട്ട് പോലും നൽകിയിട്ടുണ്ട്. നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ്, പ്രഖ്യാപനം തന്നെ എന്ന് പറയാൻ പറ്റും. വിമർശനങ്ങളുടെ വായടച്ചുള്ള ഇതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിതീഷ് കുമാറിന് അല്ലെ ഭാരത് രത്ന നൽകുമെന്നൊരു ഒരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു. അത് ജനതാദൾ ഇത് സംബന്ധിച്ചൊരു കത്തും നൽകിയിരുന്നു ടാക്കി. എന്നാൽ ആ കാര്യങ്ങൾ JDU തന്നെ ശക്തമായി എതിർത്തോടെ ഭാരത് രത്ന എന്ന ഒരു പദവിയിൽ നിന്ന് ഇപ്പോൾ ഏതായാലും ജീവനോടെയുള്ള നിതീഷ് കുമാറിനെ ഇപ്പോൾ നൽകിയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം ഇപ്പം എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പത്മ പുരസ്കാര വിതരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്പോർട്സ്, ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ട്രേഡ്, ഇൻഡസ്ട്രി, സോഷ്യൽ വർക്ക്, മെഡിസിൻ, ലിറ്ററേച്ചർ, അഗ്രികൾച്ചർ തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പുരസ്കാര വിതരണ ലിസ്റ്റാണ് ഈ പുറത്തു വരിക. അനിമൽ ഹസ്ബൻഡറിക്കുണ്ട്, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, അഗ്രികൾച്ചറിനുണ്ട്, സിവിൽ സർവീസിനുണ്ട്, മറ്റ് സോഷ്യൽ വർക്കുകൾക്കുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള പബ്ലിക് അഫയേഴ്സിലാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദനും
വെള്ളാപ്പള്ളി നടേശനും ഒക്കെയും ഈ പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ നല്ലൊരു പട്ടിക എന്ന് തന്നെ പറയാം. കാരണം ഇതിലിപ്പം വിമർശിക്കാൻ പാകത്തിന് ഒന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും നല്ലൊരു പുരസ്കാര പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കേരളീയർക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന നിരവധി കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മുടെ സുജിത് ചന്ദ്രൻ കൂടി തത്സമയം ചേർന്നുണ്ട്. സുജിത്ത്, ഗുഡ് ഈവനിങ്. ഇന്ന് ഈ പത്മ പുരസ്കാരങ്ങൾ പറയുന്ന സമയത്ത് എല്ലാ മലയാളികൾക്കും സന്തോഷമാണ്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഇതിലെ സാന്നിധ്യം ഓരോ മലയാളികൾക്കും സന്തോഷം നൽകുന്നതാണ്. സുജിത് ചന്ദ്രന്റെ സന്തോഷം പക്ഷേ ഇരട്ടിയായിരിക്കും. എല്ലാ മലയാളികളെയും പോലെ സന്തോഷം തന്നെയാണ് സേതു. കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, VSന് പത്മഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ എന്ന് പറയുന്നത് മലയാളി അസ്തിത്വത്തിൻ്റെ തന്നെ ഭാഗമായ, മലയാളിയുടെ ജീവിത പദ്ധതിയുടെ തന്നെ ഭാഗമായ, നമ്മുടെ ചിന്തകളെ തീരുമാനിച്ച, നിശ്ചയിച്ച രണ്ട് പ്രധാനപ്പെട്ട, നമ്മുടെ സൗന്ദര്യശാസ്ത്രത്തെ നിർണ്ണയിച്ച മമ്മൂട്ടി, നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ നിർണ്ണയിച്ച VS. ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് ജീവിച്ച് അങ്ങനെ ഒരു കൊടുങ്കാറ്റ് കൂടുകൂട്ടിയ ആ കാലം അത് മാഞ്ഞുപോയി. അതിനുശേഷം ഏറ്റവും ആദ്യം അദ്ദേഹത്തെ തേടി വരുന്ന അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയിലെ രണ്ടാമത്തെ പുരസ്കാരമാണ്. ഭാരതരത്ന കഴിഞ്ഞാൽ അതിനുശേഷമുള്ള പത്മവിഭൂഷൺ പുരസ്കാരമാണ് ഇപ്പോൾ VS അച്യുതാനന്ദനെ തേടിയെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പത്മ പുരസ്കാരങ്ങൾ പോലെയുള്ള പുരസ്കാരങ്ങൾ BJPയുടെ രാഷ്ട്രീയ സ്പെക്ട്രത്തിന് പുറത്തു നിൽക്കുന്ന മനുഷ്യർക്ക്, പ്രഗത്ഭർക്ക്, പ്രശസ്തർക്ക് ഒന്നും അടുത്ത കുറേ കാലമായി കൊടുക്കുന്നില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതിനെ കൂടി ഇത്തവണത്തെ അവാർഡ് തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയത് ഏതാണ്ട് 98 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 98 കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2008, 2018, ഇപ്പോൾ 26 ആയിരിക്കുന്നു. ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു സിവിലിയൻ ബഹുമതി മമ്മൂട്ടിയെ തേടി വരുന്നത്. അതിനുശേഷം മമ്മൂട്ടി എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു, എത്രയോ പാൻ ഇന്ത്യൻ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു. അങ്ങനെ വിഭിന്നങ്ങളായ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ അഭിനയദേഹം, തീരാത്ത അഭിനയദാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 24-25 വർഷങ്ങൾക്ക് ശേഷം, പത്മശ്രീക്ക് ശേഷം ഇപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നു. ഇനിമേൽ മമ്മൂട്ടി പത്മഭൂഷൺ, ഒരുപക്ഷെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡിന് നമ്മൾ ഭരത് എന്നാണ് പണ്ട് പറയുന്നതും ചേർത്താണ് പറയാറുള്ളത്. പത്മശ്രീ ഭരത് മമ്മൂട്ടി, ഇനി പത്മഭൂഷൺ ഭരത് മമ്മൂട്ടിയാകുന്നു. അതേപോലെ തന്നെ VS അച്യുതാനന്ദൻ്റെ സമയരേഖ കേരള രാഷ്ട്രീയ കാലത്തിൽ തൊട്ടു മുമ്പ് അവസാനിച്ച് VS അച്യുതാനന്ദൻ എന്നൊരു ഭൗതിക യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തലമുറകളെ പ്രചോദിപ്പിച്ച രാഷ്ട്രീയ ബോധം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും VS അച്യുതാനന്ദന് രാജ്യം അതിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നുകൂടി നൽകി ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ പുരസ്കൃതമാകുന്നത് മലയാളികൾ ആകെ തന്നെയാണ്. മലയാളികൾ ആകെയുള്ളവരുടെ അഭിമാന ബോധമാണ്, സൗന്ദര്യശാസ്ത്രമാണ്, രാഷ്ട്രീയ ബോധമാണ്. സേതുലക്ഷ്മി, തീർച്ചയായും സുശീന്ദ്രൻ അങ്ങനെ തന്നെയാണ്. പത്മഭൂഷൺ ലഭിച്ച മറ്റുള്ളവരുടെ പേരുകൾ കൂടി നോക്കിയാൽ നമുക്കറിയാം. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഗായിക എന്നുള്ള രീതിയിൽ അൽക്ക യാഗ്നിക്കിനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ പട്ടിക നോക്കിയാൽ KT തോമസും P നാരായണനും VS അച്യുതാനന്ദനും ഒക്കെയും പത്മവിഭൂഷൺ നേടിയവരുടെ കൂട്ടത്തിലാണ്. പത്മശ്രീയിൽ AE മുത്തുനായകം, ശാസ്ത്രത്തിന് കലാമണ്ഡലം വിമല മേനോൻ, ആർട്ട് ദേവകി അമ്മ, നമുക്കറിയാം പരിസ്ഥിതി പ്രവർത്തക ദേവകി അമ്മ, രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ എന്നിവർക്ക് സ്പോർട്സിലുമൊക്കെയാണ് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. മൊത്തം ഈ വലിയൊരു ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. 131 പേർ ഇടം പിടിച്ചിരിക്കുന്ന ലിസ്റ്റാണ്. 131 പേർ ഇടം പിടിച്ച ലിസ്റ്റാണ് പത്മശ്രീയിൽ വന്നിരിക്കുന്നത്. പത്മശ്രീ പുരസ്കാരങ്ങളിൽ 131 മുഴുവൻ പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും ഒക്കെയും ചേർത്ത് 113 പേര് ഇടം പിടിച്ച ഒരു പട്ടികയാണ്. 131 പേർ ഇടം പിടിച്ച പട്ടികയാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങൾ എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ കേരളത്തിന് അത് വലിയ അഭിമാനവും സന്തോഷവും ഒക്കെയുമുള്ള സമയം കൂടിയാണ്. സുജിത് ചന്ദ്രൻ, ഇപ്പം ഈ ഒരു പട്ടിക മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ആസിഫിനോട് പറയുന്നത്, നമ്മൾ ഈ പത്മവിഭൂഷൻ്റെ ലിസ്റ്റ് മാത്രം നോക്കുകയാണെങ്കിൽ 5 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. അതിൽ ധർമ്മേന്ദ്ര, നമുക്കറിയാം മരണപ്പെട്ടു പോയ ധർമ്മേന്ദ്ര നമ്മുടെ ഇന്ത്യ കണ്ട തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ. ധർമ്മേന്ദ്രയ്ക്ക് ഉണ്ട്, കലയ്ക്ക്, ഈ ആർട്ടിന് അദ്ദേഹത്തിന് പത്മവിഭൂഷണുണ്ട്. പിന്നെ KT തോമസും N രാജ്യം, അതേപോലെ P നാരായണൻ, VS അച്യുതാനന്ദൻ, ഈ 5 പേരുള്ള പട്ടികയിൽ 3 പേരും മലയാളികളാണ്. അതേപോലെ തന്നെ പത്മഭൂഷണിലും പത്മശ്രീയിലും ഒക്കെയും മലയാളി പ്രാതിനിധ്യമുണ്ട്. അപ്പം ഈ 131 പേരടങ്ങിയ ഈ പട്ടികയെ മൊത്തം ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ നേട്ടം എങ്ങനെ വിലയിരുത്താം സുജിത്ത്?
തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ പത്മഭൂഷൺ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ വരുന്ന വലിയ രാഷ്ട്രീയ വിവാദം കേരള സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് മിക്കവാറും ഈ പുരസ്കാരങ്ങൾ കിട്ടാറില്ല എന്നത് തന്നെയായിരുന്നു. ഇത് രാഷ്ട്രീയ ഉപകരണങ്ങളാക്കി പത്മ പുരസ്കാരങ്ങളെയൊക്കെ മാറ്റുന്നു എന്ന വലിയ പരാതി ഇടതുപക്ഷക്കാർക്കിടയിലെങ്കിലും മലയാളികൾക്കിടയിലെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു. BJPയുടെ വിശാല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കേരളത്തെ അവർ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഇതിന് പിന്നാലെ വന്നേക്കാം. പക്ഷേ അതിനെയൊന്നും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. കാര്യം അർഹതയ്ക്ക് ആണ് അംഗീകാരങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഈ വലിയ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പുരസ്കാരങ്ങൾ പത്മവിഭൂഷണിൽ 3 മലയാളത്തിലേക്ക് വരുമ്പോൾ, അതുപോലെ ധർമ്മേന്ദ്രയ്ക്കൊക്കെ ഒപ്പം ധർമ്മേന്ദ്ര പത്മവിഭൂഷണാണ്, മമ്മൂട്ടിയെ കഴിഞ്ഞ 25 വർഷമായി പത്മ പുരസ്കാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ VS ഒരു ഭൗതിക യാഥാർത്ഥ്യമായി നമുക്ക് ഇടയിൽ ഇപ്പോഴില്ലെങ്കിലും നമ്മുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ അണയാത്ത ദീപനാളമായി ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന തൊട്ടു മുമ്പ് തന്നെ ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ കാലാവസ്ഥയോ പരിസരമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും VS ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ VSന് അഭിപ്രായം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് പറയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഈ ദിവസങ്ങളിലെ പോലും രാഷ്ട്രീയ പരിസരങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ചിതയിലെ വെളിച്ചമായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന VS, അതേപോലെ മലയാളിയുടെ അഹങ്കാരം, സ്വകാര്യ അഭിമാനമായ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾക്കാണ് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. പത്മവിഭൂഷൺ പുരസ്കാരങ്ങളിൽ 3